ഹലോ. അങ്ങനെ നല്ല മഴക്കാലമൊക്കെ ആയെന്ന് തോന്നുന്നത്. കാരണം ഇരുണ്ട് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് ഇപ്പോൾ. ഞാൻ ഇന്ന് എത്തിയേക്കെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ തോന്നുന്നുണ്ട് ഇത് ശരിക്കും ഓപ്പണായിട്ട്. എങ്കിലും നല്ല പോപ്പുലാരിറ്റിയുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ദേപുട്ട്. അങ്ങനെ ഞാൻ ദേപുട്ടിലാണ് ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ ദിലീപേട്ടൻ്റെയും നാദിഷയ്ക്ക് കൂടി എല്ലാ ഫ്രണ്ട്സും കൂടി ചേർന്ന് തുടങ്ങിയിരിക്കുന്ന റെസ്റ്റോറൻ്റാണ്. മെയിനായിട്ട് 4 പേരാണ്, ദിലീപേട്ടനും നാദിഷയ്ക്കും പിന്നെ വേറെ 2 പേരും കൂടി ചേർന്ന് തുടങ്ങിയിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. ഇവിടെ ദേപുട്ടിൽ 24 തരം നല്ല വെറൈറ്റീസ് ഓഫ് പുട്ടാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വേറെ ധാരാളം ഫുഡ് ഐറ്റംസും ഉണ്ട്. എങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ പുട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ദിലീപേട്ടൻ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയേക്കണം. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് പോയി എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലും നമുക്ക് കഴിക്കാനുള്ളതെന്നൊക്കെ നോക്കാം. വാ. നമ്മുടെ ബൈപ്പാസിൽ തന്നെ ഒബ്രോൺ മാളിലും ഇമ്മാനുവൽസിനും ഇടയിലായിട്ടാണ് നമ്മുടെ ദേപുട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ദേപുട്ടിൻ്റെ ഇൻറ്റീരിയർ. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നാദിഷയ്ക്ക് നമ്മുടെ ഒപ്പം ഉണ്ട്. എന്താണ് നമ്മുടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ദേപുട്ടെന്ന് ഒരു പേരും ഇങ്ങനൊരു കൺസെപ്റ്റൊക്കെ ഉണ്ട്? ദേപുട്ട് എന്ന് പറഞ്ഞാൽ ദേപുട്ട് അത് തന്നെയുള്ളൂ, വേറെ കുഴപ്പമൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ നാൾ മുമ്പ്, ഒരു 1.5 വർഷം മുമ്പ് ഇതുപോലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ അലഞ്ഞിരിഞ്ഞ് ഞങ്ങളുടെ സ്ഥിരം പരിപാടി എന്തെങ്കിലും ആ സമയത്താണല്ലോ നമ്മൾ തിന്നാൻ വേണ്ടി ഇര തേടുള്ളൂ. അങ്ങനെ ഇര തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല ഹോട്ടലുകളിലും ചെന്നപ്പോൾ അവിടെ ഈ പൊറോട്ടയും ചപ്പാത്തി, ഞങ്ങൾക്ക് ഈ പൊറോട്ടയും ചപ്പാത്തിയും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത സംഭവം. നിവൃത്തിയിലേക്ക് മാത്രമേ പൊറോട്ട തിന്നുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു 2 ദിവസം പുട്ടും പപ്പടം പയറൊക്കെ കൂടി എവിടെന്നെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കൊതിയില്ലേ. അങ്ങനെ ചൂടും അതെ 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 അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ പിന്നെ ഇത് ഈ പച്ചപ്പാരക്കൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് എവിടെന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ ദിലീപായിട്ട് സംസാരിച്ച് തമാശ പറഞ്ഞ കൂട്ടത്തിൽ എടാ നമുക്കൊരു പുട്ടുകട തുടങ്ങാം. കാരണം നമ്മളിങ്ങനെ വഴി കൂടി പോകുന്ന സമയത്ത് പുട്ടുകട പല 2-3 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അത് പുട്ടുകട എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ തന്നെ പുട്ട് സ്പെഷ്യൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ നമുക്ക് എറണാകുളത്തൊരു പുട്ടുകട തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപ് പറഞ്ഞു അത് കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് പല ടൈപ്പ് പുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതായത് ഈ മീൻ പുട്ട്, ഇറച്ചിപ്പുട്ട്, പിന്നെ ചെമ്മീൻ പുട്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ പുട്ടുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഈ ഇങ്ങനെ പുട്ടിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്, അപ്പോൾ ആ വെറൈറ്റികളൊക്കെ വെച്ച് നമുക്ക് നാട്ടുകാർക്ക് കൊടുക്കാം. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാടാ, ഈ കൺസെപ്റ്റ് കൊള്ളാം, നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും പ്ലാൻ ചെയ്തു പുട്ടുകട കൊടുക്കുക. അപ്പോൾ ദിലീപ് പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹോട്ടൽ ബിസിനസ്സായിട്ട് നല്ല പരിചയമുള്ളൊരു കക്ഷിയുണ്ട്. അപ്പം നമ്മൾ 2 പേരും മാത്രമായിട്ട് പുട്ടുകട തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഫീൽഡാണ് ഹോട്ടൽ. അപ്പോൾ ഹോട്ടലായിട്ട് ബന്ധമുള്ളൊരു എൻ്റെ സുഹൃത്ത് ചന്ദ്രൻ, അങ്കമാലിയിൽ നമ്മൾ രുക്മിണി പിന്നെ ആനന്ദഭവൻ 2 ഹോട്ടൽ പുള്ളിയുടെ. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞത് ദിലീപിൻ്റെ കൂടെ പഠിച്ച ആളാണ്. അപ്പോൾ ചന്ദ്രനായിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രന് ഞാൻ പറഞ്ഞു അതെ ഒരു ഹോട്ടലായിട്ടൊരു ബന്ധമുള്ള ഒരാളുണ്ട് നല്ല. അങ്ങനെ പിന്നെ ചന്ദ്രൻ ഞങ്ങൾ 3 പേരായി. പിന്നെ അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ശ്രീകാന്ത്, കാർണിവൽ ഗ്രൂപ്പിൻ്റെ AOPL അതിൻ്റെ ലീഡർ ശ്രീകാന്ത്, അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ശ്രീകാന്തിന് താല്പര്യമാണ്. പിന്നെ നോക്കിയപ്പോൾ ഈ 4 പേര് വേണ്ടല്ലോ, നമുക്കൊരു 5 പേര്, എന്നാലും ഒരു കൈപ്പത്തി പുട്ട് കുഴക്കാനാണെങ്കിലും 4 പേരിൽ വെച്ചിട്ട് പൊടി കുഴക്കണമെങ്കിൽ ഒരു ബലം വേണ്ടേ, ഒരാൾ കൂടി വേണം നമുക്ക്. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നദീർ ഉണ്ട്, ദുബായിലുള്ള നദീർ. അവിടെ പാലസിൽ അവിടുത്തെ ഷെയ്ഖ് മുഹമ്മദിൻ്റെ മാനേജറാണ് അതെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തുടങ്ങി ദൈവാനുഗ്രഹിച്ച് ഇതുപോലെയൊക്കെ ഇൻറ്റീരിയർ ഞങ്ങളെല്ലാവരും സാധാരണ കുടുംബത്തിൽ നിന്നൊന്നുമല്ലേ. നമുക്കറിയാം ഇപ്പോൾ ദിലീപാണെങ്കിലും ഞാനാണെങ്കിലും ഇപ്പോൾ ഇതിൽ നമ്മുടെ നിൽക്കുന്ന എല്ലാവരും സാധാരണക്കാരാണ്, സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. അപ്പം നമുക്ക് ഈ സ്റ്റേജിൽ ഓഡിയൻസിൻ്റെ പൾസ് അറിയാമെന്ന് പറഞ്ഞ പോലെ തിന്നണ കാര്യത്തിലും നാട്ടുകാരെ പൾസ് അറിയാവുന്നതാണ്. അവരുടെ പോക്കറ്റും പിന്നെ നല്ല ഭക്ഷണം ടേസ്റ്റി ആയിരിക്കണം. കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അത് കലക്കി ഫുഡ് കഴിച്ചുമ്പോൾ അത് കിട്ടണം. അതിന് ശരിക്കും ആ ഒരു ടേസ്റ്റ് തന്നെ കൊടുത്താൽ മതി എന്നുള്ളത്. പിന്നെ ദൈവാനുഗ്രഹം എല്ലാ കഴിക്കുന്ന സംഭവത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളിനി വീണ്ടും ഞങ്ങളുടെ ഒരു സ്ഥിരം ഇപ്പോൾ ലാലേട്ടൻ, നമ്മുടെ സിദ്ദിഖ് ലാലേട്ടനും ഫാമിലി നാൻസി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്ഥിരം താവളമായി നാദർഷ് ഇത്, ഞങ്ങളിനി ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾക്കൊരു സങ്കേതമായെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. വരാൻ നമുക്ക് ശരിക്കൊരു ഹോംലി ഫീലും
നല്ല മുളക് എല്ലാ ഒരു ഫീലുണ്ട് രീതിയിൽ തന്നെ. ഇത് ഹൈഫൈ ആയിട്ടുള്ള ആളുകൾക്കും ഇതിനകത്ത് കയറാം, സാധാരണക്കാരനും കയറാം. അവന് പോക്കറ്റ് കൊണ്ട് സാധാരണക്കാരൻ ഹൈഫൈ ആയിട്ടുള്ള ടീമിന് കയറിയിട്ട് അവന് പറ്റിയ ഒരു കടയല്ല എന്നുള്ളൊരു തോന്നുന്നില്ല. ഹൈഫൈ ആയിട്ട് തന്നെ നമ്മളതിന്റെ ഇന്റീരിയറൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഇതൊക്കെ. ഇന്റീരിയർ ചെയ്തത് റൈൻ പവിത്രൻ. RAHIN പവിത്രൻ. റൈൻ പവിത്രൻ അദ്ദേഹമാണ് എൻ്റെ ഇന്റീരിയർ ഡിസൈനർ. പിന്നെ എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം കേട്ട് ചോദിക്കാനുണ്ട്. ശരിക്കും പുട്ടായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. കാരണം ആദ്യകാലങ്ങളിൽ ഓണത്തിന്റെ ഇടയിൽ തുടങ്ങിയാണ് ഈ പുട്ട് കച്ചവടം. അത് ഇപ്പോഴും വന്നിട്ട് എന്താണ് ശരിക്കും അത് പുട്ട് ശരിക്കും നല്ല ബന്ധമുണ്ട്. ശരിക്കും എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പോൾ യാദൃശികമായിട്ട് പുട്ട് സംഭവിച്ചിട്ടുണ്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 കൊല്ലം മുമ്പ് ഞങ്ങൾ പുട്ട് കച്ചവടം തുടങ്ങിയ സമയത്ത്, അതായത് ഒരു കാസറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാസറ്റ്, ഒരു കൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വന്നത് മാവേലിയെ കൊണ്ടുവന്നിട്ട് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ ആരും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഈ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഹിറ്റായി മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാവേലി കൊമ്പത്തെന്ന് പറഞ്ഞിട്ട് വേറെ സംഭവം ചെയ്തു. അപ്പോൾ ഈ പുട്ട് കച്ചവടത്തിന്റെ പുട്ടും മാവേലി കൊമ്പത്തിന്റെ ദേയും എല്ലാം കൂടി ഒരുമിച്ച് ദേ പുട്ട് എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ആണ്. ദിലീപേട്ടൻ പറഞ്ഞ പോലെ മൂലങ്കുഴിയിലെ മൂയും മൂസാന്ന് പറഞ്ഞ പോലെ അതുപോലെ ദേ പുട്ട്. സെലിബ്രിറ്റി ഫ്രണ്ട്സ് മാത്രമല്ല, ഒരുപാട് അതല്ലാത്ത നാട്ടിലെ സുഹൃത്തുക്കളാണെങ്കിലും സ്ഥിരം വന്ന് കഴിക്കുന്നവരൊക്കെ. അല്ലെങ്കിൽ നമുക്കും വീണ്ടും പിന്നെ ക്യൂ അത്രയും ജനങ്ങൾ പുറത്ത്. ഞാൻ കേട്ടിട്ടുണ്ട് ടോക്കൺ വെച്ചിട്ടാണ് ഇവിടെ ആളെ കയറ്റുന്നത്. ടോക്കൺ വെച്ചെന്ന് പറഞ്ഞാൽ ഒരു ഇതിനകത്ത് ഫുള്ളാവും, അതുപോലെ തന്നെ ഫുള്ളാകുന്ന ഒരു വിഭാജനം പുറത്തിപ്പുണ്ടാവും. അപ്പോൾ ശരിക്കും ഹൗസ്ഫുള്ളാണ്. പടത്തിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോയ്ക്കുള്ള ജനം പുറത്തുണ്ടാവും. ഇത്ര ആൾക്കാരൊക്കെ വരുമ്പോൾ തന്നെ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് എന്തായാലും പുട്ട് കഴിക്കാൻ ഇങ്ങനെ വെമ്പി നിൽക്കാൻ 2-3 തരം പുട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പറയാൻ. ഇതൊക്കെ 10-12 തരം പോയിക്കോളൂ. അപ്പൊ അവന്റെ വില കുഴപ്പമുണ്ടാവില്ല. ഇതാണ് നമ്മുടെ അടുക്കള. നമ്മുടെ എല്ലാമായ സ്റ്റാഫുകൾ ഇവരൊക്കെയാണ്. ഇത് ജോർജേട്ടൻ, ഇത് നമ്മുടെ ഷിയാബ്, ഇവരൊക്കെയാണ് നമ്മുടെ മെയിൻ കക്ഷികൾ. ഇത് നമുക്കായിട്ടൊന്നല്ല, എല്ലാ വെറൈറ്റി പുട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. കാരണം ഇവിടെ അത്രയ്ക്ക് ഓർഡർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇവരുടെ സ്പീഡ് കാണുമ്പോൾ തന്നെ അറിയാം പുട്ടിൽ നിന്ന് നിറയ്ക്കുന്നു വീണ്ടുണ്ട്. പുട്ടുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് മാർബിൾ പുട്ട്, ഇത് ചെമ്പാരി പുട്ട് സാധാ അല്ലേ? ഡിസൈനിങ് ഇല്ലേ? മാർബിളിന്റെ ഡിസൈൻ ഇല്ലേ? അല്ല, ഇത് എങ്ങനെ ഇങ്ങനെ ഇടുന്ന അനുസരിച്ച് അങ്ങനെ വരും.